അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. മനുഷ്യജന്മത്തിലെ പ്രപഞ്ചത്തിലെ ഏറ്റവും അമൂല്യമായതെന്ത് എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ വളരെ വേഗത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഉത്തരം എന്തായിരിക്കും? സമയം എന്നു തന്നെയായിരിക്കും. പൊതുവിൽ നമുക്കേറെ അത്യാവശ്യമുള്ളതും നമ്മുടെ കയ്യിൽ വളരെ പരിമിതമായി മാത്രമുള്ളതും കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയാത്ത എണ്ണപ്പെട്ട വളരെ അത്യാവശ്യമുള്ള ഒരു വസ്തു നമ്മളെ എടുത്താൽ തീർന്നു പോകുന്നതുമാണെങ്കിൽ അതിനെ നമ്മൾ ഏറെ വിലപിടിപ്പുള്ളത്, അമൂല്യമായത് എന്ന് തന്നെയാണ് പറയാറുള്ളത്. ഭൗതികമായി ചിന്തിക്കുമ്പോൾ ഓരോ ആളുകൾക്കും അത് വ്യത്യസ്തമായിരിക്കും, ആപേക്ഷികമായിരിക്കും അവരവരുടെ ജീവിതത്തിലെ വിലപിടിപ്പുള്ള കാര്യങ്ങൾ. പൊതുവിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപിടിപ്പുള്ളത് സമയം തന്നെയാണ്. ഈ പറഞ്ഞ എല്ലാ വിശേഷണങ്ങളും സമയത്തിനുണ്ട്. അത് പരിമിതമാണ്, അത് തീർന്നു പോകുന്നതാണ്, അത് വർദ്ധിപ്പിക്കാൻ കഴിയാത്തതാണ്. പൊതുവിൽ ആയുസ്, സമയം അത് ക്ലിപ്തപ്പെടുത്തപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഒരു ഹദീസ് മനസ്സിലാക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗർഭാശയത്തിൻ്റെ ചുമതലയുള്ള മലക്കുകളെ സംബന്ധിച്ച് 40 ദിവസം പിന്നിടുമ്പോൾ സുമ്മ യബ്അസുല്ലാഹു മലക്കൻ വയുഉമറു ബി അർബഇ കലിമാത്തിൻ, 4 കാര്യങ്ങൾ ആ മലക്കിനോട് അള്ളാഹു കൽപ്പിക്കും. വയുഖാലു ഉക്തുബ് അമലഹു വ അജലഹു വറിസ്ഖഹു ഷഖയ്യൻ അം സഈദൻ, അയാളുടെ അമൽ രേഖപ്പെടുത്തി വെക്കും, അയാളുടെ ആയുസ് രേഖപ്പെടുത്തി വെക്കും, അയാളുടെ റിസ്ഖ് ഉപജീവനം രേഖപ്പെടുത്തി വെക്കും, അയാൾ ദൗർഭാഗ്യവാനാണോ സൗഭാഗ്യവാനാണോ എന്നത് രേഖപ്പെടുത്തി വെക്കും. സുമ്മ യുൻഫഖു ഫീഹി റൂഹ്, പിന്നീട് അയാളിൽ അള്ളാഹു റൂഹ് ഊതും. അപ്പോൾ 40 ദിവസം പിന്നിടുമ്പോൾ ഗർഭാശയത്തിൻ്റെ മലക്ക് അള്ളാഹുവിനോട് ചോദിക്കുന്നു, ഇയാളുടെ അജൽ എത്രയാണ്, ഇയാളുടെ ആയുസ് എത്രയാണ്? അന്ന് ആയുസ് രേഖപ്പെടുത്തി വെക്കുകയാണ്. ആ ആയുസ് അതിനപ്പുറത്തേക്ക് പോകാൻ ഒരിക്കലും മനുഷ്യന് കഴിയില്ല. അതാണ് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും അജലും മുസമ്മ, നിർണയിക്കപ്പെട്ട അവധി എന്ന് നമുക്ക് വിശദീകരിച്ച് തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൻആമിലൂടെ ഹുവല്ലദീ ഖലഖകും മിൻ ത്വീനിൻ സുമ്മ ഖള അജല വ അജലും മുസമ്മൻ ഇൻദഹു സുമ്മ അൻതും തംതറൂൻ, അള്ളാഹു മനുഷ്യരെ നിങ്ങളെ മണ്ണിൽ നിന്ന് പടച്ചുണ്ടാക്കി, സുമ്മ ഖള അജല, പിന്നെ അവൻ നിങ്ങൾക്കൊരു അജൽ നിശ്ചയിച്ചു, വിധിച്ചു, വ അജലും മുസമ്മൻ ഇൻദഹു, അള്ളാഹുവിൻ്റെ അടുക്കൽ നിർണയിക്കപ്പെട്ട ഒരവധിയാണത്. വമാ തസ്ബിഖു മിൻ ഉമ്മത്തിൻ അജലഹ വലാ യസ്തഖിറൂൻ, ഒരു മനുഷ്യനും ഒരു സമൂഹത്തിനും അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ആ അവധിയെ, ആ സമയത്തെ, ആ ആയുസ്സിനെ മുൻകടക്കാനോ അതിനെ വൈകിപ്പിക്കാനോ സാധ്യമല്ല. അത് നിർണയിക്കപ്പെട്ട ഒന്നാണ്. എനിക്കൊരായുസ് അള്ളാഹു നിശ്ചയിച്ചു വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സമയം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ ഈ പ്രയാണം അവസാനിക്കും, ഈ ഓട്ടം അവിടെ നിൽക്കും. മനുഷ്യജന്മമെന്ന ദുനിയാവിലെ ഈ ഒരു ലാപ്പ് നമ്മൾ ഓടിത്തീർക്കുന്നത് നമുക്ക് നിശ്ചയിക്കപ്പെട്ട ആയുസ് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെയാണ്. വളരെ മനോഹരമായ ഒരു ഉദാഹരണം മുമ്പേതോ ഒരു സംസാരത്തിലൊരു പ്രഭാഷണത്തിൽ കേട്ടത് ഓർക്കുകയാണ്. പശു ഒരു കുറ്റിയിൽ കെട്ടിയിട്ട ഒരു മൃഗത്തെപ്പോലെ, ഒരു പശുവിനെപ്പോലെ, അതല്ലെങ്കിൽ മറ്റൊരു മൃഗത്തെപ്പോലെ, അത് ഒരു പക്ഷേ എന്തെങ്കിലും അതിന് ഭയപ്പെടുത്തുന്ന ശബ്ദമുണ്ടാകുമ്പോൾ അത് വേഗം ഓടും. അതിൻ്റെ കയറിൻ്റെ നീളം അവസാനിക്കുന്നിടത്ത് അത് നിൽക്കും. ഒരു പക്ഷേ ഓട്ടത്തിൻ്റെ വേഗത്തിനിടയിൽ അതവിടെ മൂക്കുകുത്തി വീഴും. അതുപോലെയാണ് മനുഷ്യൻ, ഇങ്ങനെ പായുകയാണ്, ഓടുകയാണ്. ആയുസ്സിൻ്റെ നീളം അവസാനിക്കുന്നിടത്ത് നാം നിൽക്കും. അഥവാ ഇത് പരിമിതമാണ്, ഇത് നിർണയിക്കപ്പെട്ടതാണ്. മനുഷ്യജന്മത്തിലെ മനുഷ്യൻ്റെ ആയുസ്, സമയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു 4 കാര്യങ്ങൾ
എന്തുകൊണ്ട് സമയം അമൂല്യമാണ്? ഒരു 4 കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അള്ളാഹ്. ഒന്നാമത്തേത്, ആയുസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദുനിയാവിലെ ഈ സമയത്തെ ആശ്രയിച്ചാണ് പരലോകം എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. എന്തുകൊണ്ട് സമയം അമൂല്യമാണ്? ദുനിയാവിലെ നമ്മുടെ സമയം എങ്ങനെ വിനിയോഗിക്കുന്നു, എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ പരലോകം. വളരെ പ്രസിദ്ധമായൊരു ഹദീസ് ഓർക്കുന്നുണ്ടാകും. എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി മിൻ ഇൻദി റബ്ബിഹി ഹത്താ യുസ്അല അൻ ഖംസ്. ഒരു മനുഷ്യനും ഒരടിമക്കും ഒരടി പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് മുന്നോട്ട് വെക്കാൻ കഴിയില്ല 5 കാര്യങ്ങളെക്കുറിച്ച് അയാൾ ചോദ്യം ചെയ്യപ്പെട്ടിട്ടല്ലാതെ. അതിൽ പ്രവാചകൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, അൻ ഉമുരിഹി ഫീമ അഫ്നാഹു വ അൻ ശബാബിഹി ഫീമ അബുലാഹു. തൻ്റെ ആയുസ് ഏതു കാര്യത്തിലാണ് ചിലവഴിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ, തൻ്റെ യുവത്വം അതെന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്നതിന് മറുപടി പറയാതെ ഒരാൾക്കും ഒരടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയില്ല. അപ്പോൾ യുവത്വം എന്തിനാണ് വിനിയോഗിച്ചത്, ആയുസ് എവിടെയാണ് ചിലവഴിച്ചത് എന്നതിനെ ആശ്രയിച്ചാണ് ഒരു മനുഷ്യൻ്റെ പരലോക വിജയത്തിൻ്റെ, പരലോക ജീവിതത്തിൻ്റെ ജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തണൽ ലഭിക്കുന്ന മഹ്ശറിൽ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തണൽ ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറയുന്നിടത്തും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഷാബുൻ നശഅ ഫി ഇബാദത്തില്ലാ. തൻ്റെ യുവത്വം അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി വിനിയോഗിച്ച ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായ തണലിട്ട് കൊടുക്കുമെന്നാണ്. പരലോക ജീവിതത്തിൻ്റെ വിജയപരാജയം ഇവിടെ യുവത്വം എന്തിന് ചെലവഴിച്ചു, വാർദ്ധക്യം എന്തിന് ചെലവഴിച്ചു, കൗമാരം എന്തിന് ചെലവഴിച്ചു എന്നതിനെ ആശ്രയിച്ചാണ്. രണ്ടാമത്തൊരു കാര്യം, ഇത് വളരെ പരിമിതമാണ്, ഇത് വളരെ ഷോർട്ടാണ്. നമ്മൾ വിചാരിക്കും 60 കൊല്ലത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ, 70 കൊല്ലത്തെ ഒരു മനുഷ്യായുസ് എന്ന് പറഞ്ഞാൽ, 90 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു പുരുഷായുസ് എന്ന് പറഞ്ഞാൽ ഇതൊരു സുദീർഘമായ ജീവിതമാണെന്ന്. അല്ല, അനന്തമായ പരലോകത്തെ ആക്ഷേപിച്ച് ഇത് വളരെ നൈമിഷികമായിട്ടുള്ള വളരെ കുറഞ്ഞ ഒരു സമയം മാത്രമാണ്. പരലോകത്ത് മനുഷ്യനെത്തുമ്പോൾ അവിടെ നടത്തുന്ന വിലാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിൽ, സൂറത്തു നാസിആത്തിൻ്റെ അവസാന ഭാഗത്ത്, കഅന്നഹും യൗമ യറൗനഹ ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹ, അവർ പറയും, ദുനിയാവിലെ നമ്മുടെ ജീവിതം എത്രയാണ് ഉണ്ടായിരുന്നത്, അത് ഒരു രാത്രിയോ അതല്ലെങ്കിൽ ഒരു പൂർവാഹ്നമോ, ഒരു പ്രഭാതത്തിൻ്റെ ഒരല്പഭാഗമോ, അതല്ലെങ്കിൽ ഒരു രാത്രിയോ മാത്രമല്ലേ നമ്മൾ നമ്മുടെ ദുനിയാവിൽ ജീവിച്ചത് എന്ന് മനുഷ്യൻ പറഞ്ഞു പോകും. സൂറത്തു അഹ്കാഫിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വാചകം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്, കഅന്നഹും യൗമ യറൗന മാ യുഅദൂന ലം യൽബസു ഇല്ലാ സാഅതൻ മിൻ നഹാരിൻ. പകലിലെ കുറച്ചു സമയം മാത്രമായിരുന്നു ദുനിയാവുണ്ടായിരുന്നത്. ഐഹിക ജീവിതമെന്ന് പറയുന്നത് അത് പകലിൻ്റെ കുറച്ചു സമയം മാത്രമാണ് ഭൂമിക്ക് പുറത്ത് നാം ചിലവഴിച്ചത് എന്ന് മനുഷ്യൻ പരലോകത്ത് പറഞ്ഞു പോകാൻ മാത്രം വളരെ പരിമിതമായ, വളരെ ചുരുങ്ങിയ ഒരു കാര്യമാണ് മനുഷ്യൻ്റെ ആയുസ്, സമയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സമയം ഏറെ വിലപ്പെട്ടതാണ് എന്ന് പറയും. ഇത് വളരെ ഷോർട്ടാണ്, വളരെ ചുരുങ്ങിയതാണ്. അതോടൊപ്പം ഇതിനെ ആശ്രയിച്ചാണ് പരലോക ജീവിതത്തിലെ നമ്മുടെ ജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. മൂന്നാമത്തൊരു കാര്യം, ഇത് എപ്പോൾ അവസാനിക്കുമെന്ന് നമുക്കറിയില്ല. സമയം എപ്പോഴാണ്, നമ്മുടെ കയ്യിലുള്ള സമയം എപ്പോഴാണ് തീർന്നു പോവുക, നമ്മുടെ കയ്യിലുള്ള ആയുസ് എപ്പോഴാണ് തീർന്നു പോവുക. കയ്യിൽ പരിമിതമായതിന് വില കൂടും, അമൂല്യമാകുമത്. എന്നാൽ തൻ്റെ കയ്യിൽ എത്ര അളവിൽ അത് ഉണ്ട് എന്നുപോലും അറിയാത്തൊരവസ്ഥയാണെങ്കിലോ. ആയുസ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. മരണം എപ്പോഴുണ്ടാകും നമുക്കറിയില്ല, ആയുസ് എപ്പോൾ അവസാനിക്കും നമുക്കറിയില്ല. മുസ്തഫ ലത്ഫി മൻഫലൂത്തിയുടെ ഒരു കഥയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കഥയിലെ ഒരു കഥാപാത്രം ഒരു തത്വചിന്ത പോലെ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ ഇതൊരു ജീവിതമെന്നാൽ ഒരു അലയടിക്കുന്ന കടലാണ്. മനുഷ്യർ അതിലെ മത്സ്യങ്ങളാണ്. മരണം ഒരു മുക്കുവനാണ്. എല്ലാ ദിവസവും ആ മരണം വലവിരിക്കും. മനുഷ്യനാകുന്ന മത്സ്യങ്ങൾ മരണത്തിൻ്റെ വലയിൽ കുടുങ്ങും. കുടുങ്ങിയവൻ അവൻ്റെ ജീവിതം അവസാനിപ്പിച്ചു.
അവസാനിച്ചു. രക്ഷപ്പെട്ടവൻ രക്ഷപ്പെട്ടു. പക്ഷേ ഇന്ന് രക്ഷപ്പെട്ടവൻ നാളെ രക്ഷപ്പെട്ടു കൊള്ളണമെന്നില്ല. മരണത്തിൻ്റെ 100,000 കാരണങ്ങൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജീവിതം മുന്നോട്ട് കൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാനാണോ മരിക്കാനാണോ കൂടുതൽ കാരണങ്ങളുള്ളത്? മരണത്തിനല്ലേ കൂടുതൽ കാരണങ്ങളുള്ളത്. ബാത്റൂമിൽ കാല് തന്നെ വീണാൽ മരണമുണ്ടാകുന്നു. ബെഡ്റൂമിൽ വെറുതെ ഉറങ്ങാൻ കിടന്നവൻ രാവിലെ എഴുന്നേൽക്കുന്നില്ല. വാഹനത്തിൽ വീട്ടിൽ നിന്നിറങ്ങിയവൻ വഴിക്ക് വെച്ച് മരണപ്പെടുന്നു. ചെറിയ പനി പിടിച്ചവൻ അത് മൂത്ത് വർദ്ധിച്ച് അയാൾ പിന്നീട് ICUലായി, വെന്റിലേഷനിലായി, പിന്നീട് മരണവാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. ഓരോ കാരണങ്ങളും, ചുറ്റും നടന്ന മരണങ്ങളുടെ കാരണങ്ങളൊന്ന് ചികഞ്ഞു നോക്കൂ. മരണത്തിനാണ് കൂടുതൽ കാരണങ്ങളുള്ളത്. രക്ഷപ്പെടാനുള്ള വഴികൾ വളരെ കുറച്ച് മാത്രമാണ്. അപ്പോൾ എവിടെയാണ് നമ്മുടെ ഈ ആയുസ് അവസാനിക്കുന്നത്, എവിടെയാണ് നമ്മുടെ കയ്യിലുള്ള സമയം തീർന്നു പോകുന്നത് എന്ന് ഒരിക്കലും അറിയാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ സമയം ഏറെ വിലപ്പെട്ടതാകുന്നു. നാലാമത്തൊരു കാര്യം, നഷ്ടപ്പെട്ട ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. സമ്പത്ത് നഷ്ടപ്പെട്ടാൽ അധ്വാനിച്ച് വീണ്ടെടുക്കാം. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ പല പരിഹാരങ്ങളുമുണ്ട്. പക്ഷേ സമയം നഷ്ടപ്പെട്ടാലോ? ഒരു മിനിറ്റ് പോയാൽ, ഒരു സെക്കൻഡ് നഷ്ടപ്പെട്ടാൽ, ഒരു സെക്കൻഡിൻ്റെ ഏതാനും നിമിഷങ്ങളുടെ ഒരു ഭാഗം, ഒരു സ്റ്റോപ്പ് വാച്ചൊക്കെ നമ്മൾ ക്രമീകരിച്ച് അതിങ്ങനെ സമയം ഓടുന്നത് ശ്രദ്ധിച്ചാൽ ഒരു സെക്കൻഡിൻ്റെ 100-1 ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചിടത്ത് ആ സമയം വാച്ച് സ്റ്റോപ്പ് ചെയ്യാൻ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞോളന്നില്ല. അത്ര മൈന്യൂട്ടായിട്ടുള്ളൊരു ഭാഗം നമ്മുടെ കയ്യിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയാലോ? അത് പോയതാണ്, അത് തിരിച്ചെടുക്കാൻ കഴിയാത്തതാണ്. മഹാനായ ഹസനുൽ ബസ്രി റഹ്മഹുല്ല പറഞ്ഞത് മനുഷ്യനെക്കുറിച്ച്, യബ്ന ആദം, ഏ മനുഷ്യ, ഇന്നമാ അന്ത അയ്യാമം മജ്മുഅ, നീ ഒരു കൂട്ടം ദിവസങ്ങളാണ്. മനുഷ്യനെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ദിവസങ്ങളാണ്. എന്നിട്ടോ കുല്ലമാ ദഹബ യൗമുൻ ദഹബ ബഅലുക്, ഒരു ദിവസം കടന്നു പോയാൽ നിൻ്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞു പോയത്. ഇനി ബാക്കി ഭാഗങ്ങളാണോ ബാക്കിയുള്ളത്. അടുത്ത ദിവസം കഴിഞ്ഞു പോയാൽ അടുത്തൊരു ഭാഗം കൂടെ കഴിഞ്ഞു പോയി. ഒരു ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒരു ഭാഗം കഴിഞ്ഞു പോയി. അങ്ങനെ മനുഷ്യനിങ്ങനെ ഇല്ലാതായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. പോയതൊന്നും തിരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല തന്നെ. റഅ്സു മാലിൽ ഇൻസാനി അൽ വഖ്ത് എന്ന് പറയാറുണ്ട്. മനുഷ്യനെന്നതിൻ്റെ മൂലധനം വഖ്താണ്, സമയമാണ്. മനുഷ്യനെന്നാൽ സമയമാണ്. സമയം ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ അവൻ്റെ ദുനിയാവിലെ ആ മനുഷ്യൻ ഇല്ലാതായി തീരുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധയോടെ വിനിയോഗിക്കേണ്ട ഒന്നാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. നമുക്കാവശ്യമായിട്ടുള്ളത് ചില പ്ലാനിങ്ങുകളാണ്, ചില ആസൂത്രണങ്ങളാണ്. ഓരോ കാര്യം ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ അതിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്നത് അത് എപ്പോൾ ചെയ്യണം എന്നതാണ്, എങ്ങനെ ചെയ്യണം എന്നതാണ്. ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിനേക്കാൾ പ്രസക്തിയുണ്ട് അത് എപ്പോൾ ചെയ്യണം എന്നുള്ളതിന്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായി ടൈം മാനേജ് ചെയ്യാൻ കഴിയുന്നവനാണ് വിശ്വാസി. കാരണം വിശ്വാസിയുമായി ബന്ധപ്പെട്ട ആരാധനകളെല്ലാം ടൈം ബോണ്ടായിട്ടുള്ളതാണ്. കുത്തിബ ഇന്ന സ്വലാത്ത, നമസ്കാരം നിങ്ങൾക്ക് കിതാബും മൗഖൂത്ത് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. അത് സമയം നിർണയിക്കപ്പെട്ട ആരാധനയാണ്. നോമ്പിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. നോമ്പ് എപ്പോഴാണ് തുടങ്ങേണ്ടത്? ഏതു മാസത്തിലാണ്? റമദാൻ മാസത്തിലാണ്. എപ്പോൾ തുടങ്ങണം? ഫജ്റിൻ്റെ പുലരി മുതൽ തുടങ്ങണം. മഗ്രിബ് സൂര്യാസ്തമയത്തോടുകൂടി അത് അവസാനിക്കണം. ഹജ്ജിന് കൃത്യമായ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാം സമയബന്ധിതമാണ് ഇസ്ലാമിൽ. 5 നേരം നമസ്കരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഓരോ ദിവസവും നമസ്കാരത്തിൻ്റെ മുമ്പും ശേഷവും എപ്പോൾ ചെയ്യണം, എപ്പോൾ എങ്ങനെ ക്രമീകരിക്കണമെന്ന് കൃത്യമായി സമയം ഷെഡ്യൂൾ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയാവുന്ന ഒരാളാണ് വിശ്വാസി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ നിലക്ക് ആസൂത്രണം ചെയ്ത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഫലപ്രദമായി നമ്മുടെ ആയുസ്സിനെ വിനിയോഗിക്കാനും നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, യഗ്തനിം ഖംസൻ ഖബല ഖംസ്, 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ശബാബക ഖബല ഹറമിക്, വാർദ്ധക്യം വരുന്നതിന് മുമ്പ് യുവത്വത്തെ നിങ്ങൾ വിനിയോഗിക്കണം. വസിഹതക ഖബല സഖമിക്, രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യത്തെ പ്രയോജനപ്പെടുത്തണം. വഗിനാക ഖബല ഫഖരിക്, ദാരിദ്ര്യത്തിന് മുമ്പ് നിൻ്റെ ഐശ്വര്യത്തെ വിനിയോഗിക്കണം. വഫറാഗക ഖബല ശുഗ്ലിക്, മറ്റൊരു ജോലി തിരക്ക് വരുന്നതിന് മുമ്പ് ഒഴിവ് സമയത്തെ പ്രയോജനപ്പെടുത്തണം. വഹയാതക
ഖബ്ല മൗതിക്, മരണത്തിന് മുമ്പ് ജീവിതത്തെ ഉപയോഗപ്പെടുത്തണം. ആ ഹദീസ് നോക്കൂ നിങ്ങൾ. ഒന്ന് യുവത്വം പറഞ്ഞു, ഒഴിവു സമയം പറഞ്ഞു, മരണത്തിന് മുമ്പ് ജീവിതം. 5 കാര്യങ്ങൾ പറഞ്ഞതിൽ 3 സമയവുമായി ബന്ധപ്പെട്ടതാണ്. അത് കൃത്യമായി പ്രയോജനപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ്റെ ഒരു വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകനോട് ചോദിച്ചു, അയ്യുന്നാസി ഖൈർ, നബിയെ മനുഷ്യരിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ്, ഏറ്റവും ഉത്തമനായ വ്യക്തി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞത്, മൻ താല ഉമറുഹു വഹസുന അമലുഹു, ആരുടെ ആയുസ്സാണോ അയാൾക്ക് ദീർഘിച്ചു കിട്ടുകയും സുദീർഘകാലം ജീവിക്കാൻ സാധിക്കുകയും എന്നിട്ട് ഒരുപാട് നന്മകൾ വർദ്ധിക്കുകയും ചെയ്തു, ആയുസ് ദീർഘിക്കുകയും നന്മകൾ നല്ലതാവുകയും ചെയ്തവനാരോ അവനാണ് ഏറ്റവും നല്ലവൻ. വഅയ്യുന്നാസി ശർ, ആരാണ് മനുഷ്യരിലെ ഏറ്റവും മോശമായവൻ? പ്രവാചകൻ പറഞ്ഞു, ത്വാല ഉമറുഹു വസാ അമലുഹു, ആയുസ് ദീർഘിച്ചു പക്ഷേ അമലുകൾ കർമ്മങ്ങൾ മോശമായി. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പരിമിതമായ ആയുസ്സിനെ അതിനെ സമയബന്ധിതമായി സൽക്കർമ്മങ്ങൾ ക്രമീകരിച്ച് ആസൂത്രണ മികവോടുകൂടി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി പരമാവധി നന്മകൾ ചെയ്തു ജീവിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്, പരിശീലിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.